നമ്മൾ ജെനറ്റിക്സിൽ പറയുന്നത് മിയോസിസിലൂടെ ഒരു പാരന്റ് സെല്ലിൽ നിന്ന് ഗമേറ്റ് ഫോം ചെയ്യുമ്പോൾ പാരന്റ് സെല്ലിലെ ക്രോമസോംസ് ഗമേറ്റ്സിലേക്ക് വരുന്നു. ഗമേറ്റ്സിലൂടെ അടുത്ത ജനറേഷനിലേക്ക്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്, ആ സൈഗോട്ടിലേക്ക് രണ്ട് പാരന്റ്സിന്റെയും ക്രോമസോംസ് വരുന്നു. ക്രോമസോംസ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ക്രോമസോമിലുള്ള ജീനുകൾ വരുന്നു. ഈ ജീൻസ് ആണ് ഓരോ ക്യാരക്ടേഴ്സ് ഓഫ്സ്പ്രിങ്ങിന് കൊടുക്കുന്നത്. ഇപ്പൊ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ജീൻസ് അല്ലെങ്കിൽ ക്രോമസോംസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുകയാണ് ഗമേറ്റ്സിലൂടെ. അപ്പൊ മിയോസിസിന് ജെനറ്റിക്സിൽ വലിയ പ്രാധാന്യമുണ്ട്. മിയോസിസിന്റെ ഓരോ സ്റ്റെപ്സിൽ നടക്കുന്ന ഓരോ ചേഞ്ചസ് ഈ പാറ്റേൺ ഇൻഹെറിറ്റൻസിന്റെ, ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് മിയോസിസിന്റെ പാക്കറ്റിൻ സ്റ്റേജിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ്. ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷനിലൂടെ പുതിയ ജനറ്റിക് വേരിയേഷൻസ് ഫോം ചെയ്യുകയും അത് ഗമേറ്റ്സിലൂടെ അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ജീനുകൾ ക്രോമസോമിന്റെ ഭാഗമായ DNA ആണ്. ഇവിടെ രണ്ട് ഹോമോലോഗസ് ക്രോമസോമിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഹോമോലോഗസ് ആണ്. റെപ്ലിക്കേഷന് ശേഷം ഓരോ ക്രോമസോമിൽ രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വീതം ഓരോ ക്രോമസോംസിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് റെപ്ലിക്കേഷന് മുമ്പുള്ള ഒരൊറ്റ ക്രോമാറ്റിഡ് ഉള്ള ക്രോമസോമിനെ പരിശോധിക്കാം. അപ്പൊ ഇവിടെ ജീനുകളുണ്ട്. അപ്പൊ ക്രോമസോമിന്റെ ഭാഗമാണ് ജീനുകൾ, അല്ലെ? ക്രോമസോം എന്ന് പറയുന്നത് DNA ഒരു ലോങ് ത്രെഡ് ആണ്. ആ DNA ഒരു ചെറിയ പോർഷനെ തന്നെയാണ് ജീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ G എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്, അല്ലെ? G ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്. അപ്പൊ ജീനുകൾ ക്രോമസോമിന്റെ ഭാഗമായ DNA ആണ്. ഹ്യൂമൻ ജീനോമിൽ ഏകദേശം 20 മുതൽ 25,000 ജീനുകളുണ്ട്. നമുക്കറിയാം ആകെയുള്ളത് 46 ക്രോമസോമുകളാണ്. അപ്പോൾ ഒരു ക്രോമസോമിൽ ഒന്നിൽ കൂടുതൽ ജീനുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ ക്രോമസോം തിയറിയിൽ പറഞ്ഞതാണ്. ക്രോമസോംസ് ആർ ഇൻഹെറിറ്റഡ് ആസ് യൂണിറ്റ്സ്. ക്രോമസോമുകൾ മിയോട്ടിക് ഡിവിഷന്റെ സമയത്ത് സെല്ലിന്റെ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ആകുകയും പിന്നീട് മൈറ്റോട്ടിക് സ്പിൻഡിലിന്റെ സഹായത്താൽ സെഗ്രിഗേറ്റ് ആയി ഓരോ ഗമേറ്റ്സ് ഫോം ചെയ്യുമെന്നും നമ്മൾ സെൽ ഡിവിഷനിൽ പഠിച്ചു. അപ്പൊ നമുക്കറിയാം മിയോസിസിന് മുമ്പ് ഈ ക്രോമസോംസ് ആദ്യം റെപ്ലിക്കേറ്റ് ചെയ്യും. ഒറ്റ സിസ്റ്റർ ക്രോമാറ്റിഡ് ഉള്ള ക്രോമസോം രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ് ഉള്ള ഹോമോലോഗസ് ക്രോമസോം പെയർസ് ആയിട്ട് മാറും. പിന്നീട് ഈ പെയർ, ഒരു ഹോമോലോഗസ് പെയർ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്യുകയും ഡിവിഷന്റെ സമയത്ത് ഓരോ സെല്ലിലേക്ക് ഈ ഹോമോലോഗസ് പെയറിലെ ഓരോ ക്രോമസോംസ് വരികയും ചെയ്യും. ഒരു പെയറിലെ, ഒരു ഹോമോലോഗസ് പെയറിൽ ഒരു ക്രോമസോം ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ഒരു ക്രോമസോം ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഈ ക്രോമസോം ഓരോ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്രോമസോമിലുള്ള ജീനുകളും അടുത്ത ഗമേറ്റ്സിലൂടെ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ആകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ക്രോമസോമിലുള്ള ജീനുകൾ ഡിറ്റർമിൻ ചെയ്യുന്ന ക്യാരക്ടർ പാരന്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലേക്ക് വരുന്നത്. ഇവിടെ ഓരോ ക്രോമസോമിലെ ജീനുകൾ അതത് ക്രോമസോമിൽ തന്നെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇവിടെ GRST ഈ ജീൻസ് ആണ് ഇത് ഇങ്ങോട്ടേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെ? അപ്പൊ ആ ജീൻസ് അതിന്റെ ഓർഡറിൽ തന്നെ ഗമേറ്റ്സിലേക്ക്, ക്രോമസോമില് ആ ജീൻസ് അതേ ഓർഡറിൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലേ? ആ ലീനിയർ ഓർഡറിൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ക്രോമസോമിലെ എല്ലാ ജീനുകളും ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും, അല്ലെ? ഇപ്പൊ ഈ GRST എന്ന് പറയുന്ന ഈ ജീൻസ് ഈ ഗമേറ്റിലേക്ക് വന്നു. ഈ ക്രോമസോം ഈ ഗമേറ്റിലേക്ക് വരുമ്പോൾ അതിലെ ജീനും ലീനിയർ ആയിട്ട് അതുപോലെ തന്നെ അതേ ഓർഡറിൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ജീനുകളാണ്. ഒരു ക്രോമസോമിലെ എല്ലാ ജീൻസും ഒരുമിച്ചാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ലിങ്ക് ചെയ്തിട്ടാണ് ഇവര് ഗമേറ്റ്സിലൂടെ അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ക്രോമസോമിലെ തന്നെ, ഈ ജീൻസിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ജീൻസ് ഒക്കെ പരസ്പരം ലിങ്ക്ഡ് ആണ്. ഈ ക്രോമസോം സെൽ ഡിവിഷന്റെ സമയത്ത് ഗമേറ്റ്സിലേക്ക് പോകുമ്പോൾ ആ ഗമേറ്റ്സിൽ ഈ ക്രോമസോമിനോടൊപ്പം ഇത്രയും ജീൻസ്, ഈ ക്രോമസോമിൽ എത്ര ജീൻസ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ അത്രയും ജീൻസ് ഒരുമിച്ച് ഗമേറ്റ്സിലേക്കും അടുത്ത ജനറേഷനിലേക്കും ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരുമിച്ച് നിൽക്കുന്ന ദ ജീൻസ് വിച്ച് ആർ ഇൻഹെറിറ്റഡ് ടുഗെദർ, അവരെയാണ് ലിങ്ക്ഡ് ജീൻസ് അല്ലെങ്കിൽ ഈ ഫിനോമിനെയാണ് ജീൻ ലിങ്കേജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. So we say the tendency of two or more genes of the same chromosome, ഒരേ ക്രോമസോമിലെ തന്നെ രണ്ടോ അതിലധികമോ ജീൻസ് to remain together during the process of inheritance is known as linkage. Genes in a chromosome are said to be linked to one another and therefore belong to the same linkage group. ഈ ക്രോമസോമിലുള്ള എല്ലാ ജീൻസും ഒരുമിച്ചാണ്
ഗമേറ്റ്സിലേക്ക് പോകുന്നത്. അപ്പൊ അതെല്ലാം ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ആണ്, അവർ ഒരുമിച്ചാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനെയാണ് ജീൻ ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഈ ജീൻസിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം GRST എന്ന് പറയുന്ന ഓർഡർ ആണ് ഈ ജീൻസിൽ, അല്ലെ? ഈ ഓർഡറിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കോ, അല്ലെങ്കിൽ ഈ ജീനിൽ എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ക്രോമസോം നമുക്ക് എടുത്ത് നോക്കാം. സ്മോൾ g, സ്മോൾ r, സ്മോൾ s, ക്യാപിറ്റൽ T. ഇതാണ് ഇതിലെ ജീൻസ് അല്ലെങ്കിൽ അല്ലീൽസ്. ഇത് ഇതേപടി തന്നെയാണ് ഗമേറ്റ്സിലേക്ക് ഈ ലിങ്ക്ഡ് ജീൻസ് ഗമേറ്റ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന് എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും? ഒന്ന് മ്യൂട്ടേഷൻ ആയിരിക്കും, അതായത് എനി സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചസ് ഹാപ്പനിങ് ടു a particular DNA. ഈ G എന്ന് പറയുന്ന ജീനിൽ എന്തെങ്കിലും ഇതിന്റെ ബേസ് പെയറിൽ സംഭവിക്കാവുന്ന എന്തെങ്കിലും മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നാച്ചുറലി വേരിയേഷൻ സംഭവിക്കാനുള്ള കാരണമാണ് ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ. അപ്പൊ നമ്മൾ മിയോസിസ് പഠിച്ചു കഴിഞ്ഞു. മിയോസിസിന്റെ പല സ്റ്റേജസ് നമുക്ക് അറിയാവുന്നതാണ്. ഇതിൽ നോക്കുക, ആദ്യം DNA റിപ്ലിക്കേഷൻ നടക്കും. ഒരു ക്രൊമാറ്റിഡ് മാത്രമായിരുന്ന ക്രോമസോംസ് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉള്ള ബൈവാലൻസ് ആയിട്ട് മാറും. പിന്നീട് അത് ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഇതിൽ പ്രൊഫേസ് 1-ൽ 5 ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയകൈനസിസ്. ഇതിൽ ലെപ്റ്റോട്ടീന് ശേഷം പാക്കിറ്റീൻ സ്റ്റേജിൽ വെച്ചിട്ട് ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ രണ്ട് ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് ഒരുമിച്ച് അലൈൻ ചെയ്യുകയും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് ഇത്തരത്തില് ക്രോമസോമിന്റെ ഉള്ളിൽ ജീൻസ് തമ്മിൽ വേരിയേഷൻസ് സംഭവിച്ച് റീകോമ്പിനൻസ് ഫോം ചെയ്യുമെന്ന് നമ്മൾ സെൽ ഡിവിഷനിൽ പഠിച്ചു. അപ്പൊ ഒരു റീസൺ ഈ ജെനറ്റിക്സിൽ ഈ ലിങ്ക്ഡ് ജീൻസിൽ ഒരേ ക്രോമസോമിൽ തന്നെയുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നോക്കുക, ഈ റെഡ് കളർ ക്രോമസോമിൽ ഒരുപാട് ജീൻസ് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? ആ ലിങ്ക് ചെയ്ത ജീൻസിന്റെ ഓർഡറിൽ റീകോമ്പിനേഷൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ജീൻസിന്റെ ഓർഡറിൽ മാറ്റമൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലെ? പക്ഷെ ഇവിടെ റീകോമ്പിനേഷൻ നടന്നതുകൊണ്ട് ആ ലിങ്ക്ഡ് ജീൻസിന്റെ ഓർഡറിൽ മാറ്റം സംഭവിച്ചു. അപ്പൊ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള റീകോമ്പിനന്റ് ക്രോമസോംസും റീകോമ്പിനന്റ് ജീൻസും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാം ഒരേ ചുവന്ന നിറത്തിലല്ല ഇരിക്കുന്ന, ഇടയ്ക്ക് ബ്ലൂ കളർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഓർഡറിൽ മാറ്റം സംഭവിച്ചു, അല്ലെങ്കിൽ ആ ജീനിൽ വേരിയേഷൻ സംഭവിച്ചു, ലിങ്കേജിൽ വേരിയേഷൻ സംഭവിച്ചു ത്രൂ റീകോമ്പിനേഷൻ. ഗാമേറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ മിയോസിസിന്റെ സമയത്ത് പ്രൊഫേസ് 1-ന്റെ പാക്കിറ്റീൻ സ്റ്റേജിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ഈ പറഞ്ഞ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യസ്ത ക്രോമസോമുകളിലെ ജീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് നടക്കും. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ അൺലിങ്ക്ഡ് ജീൻസ്. കാരണം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ജീൻസിൽ, ഈ റെഡ് കളറിലുള്ള ക്രോമസോമിലുള്ള എല്ലാ ജീൻസും ലിങ്ക്ഡ് ആണ്. ഈ ബ്ലൂ കളറിലുള്ള ക്രോമസോംസ് ഒക്കെ ലിങ്ക്ഡ് ആണ്, അല്ലെ? അപ്പോൾ ഈ ബ്ലൂ ലിങ്കേജിലുള്ള ജീൻസും റെഡ് കളർ ക്രോമസോമിലുള്ളത് വേറെ ലിങ്ക്ഡ് ജീൻസ് ആണ്, അല്ലെ? ആ ലിങ്ക്ഡ് ജീൻസ് തമ്മിലാണ് എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നത്. കാരണം നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് റീകോമ്പിനേഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ റീകോമ്പിനേഷന്റെ ഫലമായി ഹോമോലോഗസ് പെയറിൽ നിന്നും വ്യത്യസ്തമായ ക്രോമസോംസ് അല്ലെങ്കിൽ ജീനുകൾ ഉണ്ടാകും. ആ വേരിയേഷൻ ഗമേറ്റ്സിലേക്കും, അല്ലെ, ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഗമേറ്റ്സിലേക്ക്, ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും ഗമേറ്റ്സിൽ വേരിയൻസ്, റീകോമ്പിനൻസ് ഉണ്ടായിട്ടുണ്ട്. പാരന്റ്സിലുള്ളത് പോലെ കംപ്ലീറ്റ്ലി റെഡ് ആയിട്ടും കംപ്ലീറ്റ്ലി ബ്ലൂ ആയിട്ടും അല്ലല്ലോ കാണുന്നത്. 2 റീകോമ്പിനൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗമേറ്റ്സിൽ. അങ്ങനെ ഗമേറ്റ്സിലൂടെ അടുത്ത ജനറേഷനിലേക്ക് ഈ വേരിയേഷൻ, ഈ റീകോമ്പിനന്റ് ജീൻസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രധാന ഇവന്റ് ആയിട്ടുള്ള മിയോസിസിൽ, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗമേറ്റ്സ് ഫോം ചെയ്യണം. ഗമേറ്റ്സ് ഫോം ചെയ്യണമെങ്കിൽ മിയോസിസ് ഡിവിഷൻ, റിഡക്ഷൻ ഡിവിഷൻ നടക്കണം, അല്ലെ? സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രധാന ഇവന്റ് ആണ് മിയോസിസിൽ. അവിടെ റീകോമ്പിനേഷൻ ഓഫ് ജീൻസ് നടക്കും. ആൻഡ് ദാറ്റ് റീകോമ്പിനേഷൻ ഓഫ് ജീൻസ് എൻഷുവേഴ്സ് ജനറ്റിക് വേരിയബിലിറ്റി ഇൻ ദ അപ്കമിങ് ജനറേഷൻസ്. പുതിയ ജനറേഷനിലേക്ക് ജനറ്റിക് വേരിയബിലിറ്റി കൊണ്ടുവരാനായിട്ട് റീകോമ്പിനേഷൻ കൊണ്ട് സാധിക്കും. അപ്പൊ നമുക്ക് ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ നോക്കാം. ഇത് നമ്മൾ സെൽ ഡിവിഷനിൽ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. സെൽ ഡിവിഷന്റെ പ്രൊഫേസിന്റെ പാക്കിറ്റീൻ സ്റ്റേജ് ആകുമ്പോഴേക്കും ഈ 2 ഹോമോലോഗസ് ക്രോമസോംസ് അടുത്തടുത്ത് വന്ന് ഒരുമിച്ച് അലൈൻ ചെയ്യും. ഒരുമിച്ച് അലൈൻ ചെയ്തതിനു ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. ഈ ക്രോമസോമിന്റെ ഈ ബ്ലൂ ക്രോമസോമിന്റെ ഒരു ബ്ലൂ പാർട്ട് ഓഫ് ദ ജീൻ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഈ റെഡിന്റെ ഒരു പാർട്ട് ഇങ്ങോട്ടേക്കും പോയിട്ടുണ്ട്. അപ്പൊ ദർ ഇസ് എ ഫിസിക്കൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പൊ ഈ ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ക്രോമസോമിൽ ഒരുപാട് ജീൻസ് ഉണ്ട്, അല്ലെ? അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഭാഗം, ക്രോമസോമിന്റെ ഒരു ഭാഗം മുറിഞ്ഞ് അവിടെ പോയി ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ
അതിന്റെ അർത്ഥം എന്താ? ഈ ബ്ലൂ കളറുള്ള ക്രോമസോമിൽ നിന്ന് കുറച്ച് ജീൻസ് ഒക്കെ ഈ റെഡ് കളർ ക്രോമസോമിലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു റെസിപ്രോക്കൽ ആയിട്ടുള്ള ചേഞ്ച് ആണ് അല്ലെ? ഈ റെഡ് കളറിൽ ക്രോമസോമിലുള്ള ചില ജീൻസ് എങ്കിലും റീകോമ്പിനേഷൻ വഴി, ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ വഴി ഈ ബ്ലൂ ജീൻസിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജീൻസ് ഒരു ക്രോമസോമിൽ നിന്ന് ബ്രേക്ക് ചെയ്ത്, ഇവിടുത്തെ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ആയിരുന്നു, ഈ ക്രോമസോമിലുള്ള എല്ലാ ജീൻസും ലിങ്ക്ഡ് ആയിരുന്നു. അതുപോലെ ഈ ക്രോമസോമിലുള്ള എല്ലാ ജീൻസും എങ്ങനെയായിരുന്നു? ലിങ്ക്ഡ് ആയിരുന്നു. അങ്ങനെ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് പരസ്പരം എക്സ്ചേഞ്ച് നടത്തി, ബ്രേക്ക് ചെയ്ത് പരസ്പരം റീജോയിൻ ചെയ്തു. മിയോസിസിന്റെ പ്രൊഫേസ് 1 വെച്ചിട്ടാണ് ഈ ചേഞ്ച് നടക്കുന്നത്. പ്രൊഫേസ് 1 വെച്ചിട്ടാണ് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്ത ക്രോമസോംസ് ഇതുപോലെ കാണപ്പെടും അല്ലെ? പരസ്പരം ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്ത 2 പേർ ഹോമോലോഗസ് ക്രോമസോം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നീട് നമുക്ക് ഫോം ചെയ്യുന്ന 2 ഡോട്ടർ സെൽസിൽ എങ്ങനെയായിരിക്കും? പാരന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെ? പാരന്റിൽ ഇത് എങ്ങനെ ഇരുന്നത്? ഇതുപോലെ ഇരുന്നത്. അത് കംപ്ലീറ്റ്ലി ബ്ലൂ ആയിട്ടുള്ള 2 ക്രോമസോം, കംപ്ലീറ്റ്ലി റെഡ് ആയിട്ടുള്ള 2 ക്രോമസോം. പിന്നെ അവിടെ നിന്ന് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാ? അതിലുള്ളത് റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ജനറ്റിക് വേരിയബിലിറ്റി ആണ്. ആ ലിങ്ക്ഡ് ജീൻസിൽ വ്യത്യാസം വന്ന ക്രോമസോംസ് അല്ലെങ്കിൽ പുതിയ അറേ ഓഫ് ജീൻസ് ഉള്ള ക്രോമസോംസ് ആണ് നമുക്ക് റീകോമ്പിനേഷന് ശേഷം 2 ഡോട്ടർ സെൽസിൽ കിട്ടാനായിട്ട് പോകുന്നത്. ഇപ്പൊ നാച്ചുറലി ജനറ്റിക് വേരിയേഷൻ സംഭവിക്കാനുള്ള സാധ്യത എന്താണെന്ന് മനസ്സിലായല്ലോ. പാക്കറ്റിൻ സ്റ്റേജിൽ നടക്കുന്ന ക്രോസിംഗ് ഓവറിലും തുടർന്നുണ്ടായിരുന്ന റീകോമ്പിനേഷൻ ഇവന്റ്സിലൂടെയാണ് നമുക്ക് ജനറ്റിക് വേരിയബിലിറ്റി കിട്ടുന്നത്. അതായത് പാരന്റിൽ ഹോമോലോഗസ് ക്രോമസോം പെയർ ഉണ്ടായിരിക്കും, അതിൽ ജീൻസ് അതിന്റെ ഓർഡറിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ ലിങ്ക്ഡ് ജീൻസ് എന്ന് വിളിക്കും. പക്ഷേ ഈ ക്രോസിംഗ് ഓവറിന്റെ സമയത്ത്, റീകോമ്പിനേഷന്റെ സമയത്ത് ഒരു ക്രോമസോമിലുള്ള ലിങ്ക്ഡ് ജീൻസ് ഫിസിക്കലി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റൊരു ക്രോമസോമിലേക്ക് വന്ന് ജോയിൻ ചെയ്യുകയും, അതുപോലെ ആ ക്രോമസോമിലുള്ള ചില ജീൻസ് അവിടെ നിന്ന് മൂവായി ഈ ക്രോമസോമിൽ വന്ന് ചേരുകയും ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീനുകൾ, ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുകയും പുതിയ റീകോമ്പിനൻസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇത്രയും നാളും നമ്മൾ ക്രോമസോംസിൽ സംഭവിക്കുന്ന ജനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ച് ആണ് പഠിച്ചത്. അതൊരു ജീൻ ലെവലിലേക്ക് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ജീൻ ലെവലിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഗമേറ്റ്സിൽ സംഭവിക്കുക? ഇതുപോലെ റീകോമ്പിനേഷൻ സംഭവിക്കുകയാണെങ്കിൽ, ജീൻസ് പരസ്പരം ഒരു ഹോമോലോഗസ് പെയറിൽ ഷഫിൾ ആവുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസിൽ, ജനറ്റിക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആദ്യമായി ജീൻസിന്റെ ലിങ്കേജും റീകോമ്പിനേഷൻ പഠിച്ചത് മോർഗൻ ആണ്. മോർഗന്റെ ഡ്രോസോഫില വർക്ക്സ് ആണ് ക്ലാസിക് എവിഡൻസ് ആയിട്ട് നമ്മൾ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ഓഫ് ജീൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ മോർഗന് മുമ്പ് തന്നെ ബേറ്റ്സണും പന്നറ്റും റീകോമ്പിനേഷന്റെ സാധ്യതകളെ പറ്റി, റീകോമ്പിനേഷനോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റോ ശരിയായ രീതിയിൽ നടക്കാതിരുന്നാൽ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് 1905 റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായിരുന്നു ബേറ്റ്സൺ ആൻഡ് പന്നറ്റിന്റെ എക്സ്പെരിമെന്റ് നോക്കാം. അവർ സ്വീറ്റ് പീ പ്ലാന്റിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. ലത്തൈറസ് ഒഡോറേറ്റസ് നമുക്ക് പരിചയമുള്ള പ്ലാന്റ് ആണ് അല്ലേ? കോഡോമിനൻസ് പഠിച്ചപ്പോൾ ലത്തൈറസ് ഒഡോറേറ്റസ് കണ്ടതാണ് സ്വീറ്റ് പീ പ്ലാന്റ്. ദേ റിപ്പോർട്ടഡ്, ബേറ്റ്സൺ ആൻഡ് പന്നറ്റ് റിപ്പോർട്ടഡ് ഡീവിയേഷൻ ഫ്രം ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വൈൽ സ്റ്റഡിയിങ് ഫ്ലവർ കളർ ആൻഡ് ഷേപ്പ് ഓഫ് പോളൻ ഇൻ സ്വീറ്റ് പീ പ്ലാന്റ്. അപ്പൊ അവർ 2 സ്വീറ്റ് പീ പ്ലാന്റ് വെറൈറ്റീസ് എടുത്തിട്ടുണ്ട്. ഒന്ന് പർപ്പിൾ ഫ്ലവർ, ഫ്ലവർ കളർ കൊടുക്കുന്ന ജി പി ആണ്. പർപ്പിൾ ഫ്ലവർ ആണെങ്കിൽ ക്യാപിറ്റൽ പി ആയിരിക്കും അല്ലീല്. ആൻഡ് ലോങ് പോളൻ, പർപ്പിൾ ഫ്ലവറും ആയിരിക്കും, പോളന്റെ ഷേപ്പ്, പോളൻ ഗ്രെയിൻസിന്റെ ഷേപ്പ് ലോങ് ആയിരിക്കും. അങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണെങ്കിൽ ക്യാപിറ്റൽ എൽ ആണ്. എൽ എന്ന് പറയുന്ന ജീനാണ് പോളൻ ഗ്രെയിനിന്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ എൽ ആണെങ്കിൽ ലോങ് പോളൻ ആയിരിക്കും. അതുപോലെ ഫ്ലവറിന്റെ റെസസീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് റെഡ് ഫ്ലവർ ആണ്. റെഡ് ഫ്ലവർ ആണെങ്കിൽ പി ജീൻ സ്മോൾ ലെറ്റർ സ്മോൾ പി ആണ് റെഡ് ഫ്ലവർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലീൽ. പോളന്റെ ഷേപ്പ് റൗണ്ട് ആകാം. അപ്പൊ റൗണ്ട് ആണെങ്കിൽ നമ്മൾ സ്മോൾ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അവരെടുത്തത് 2 പ്ലാന്റ്സ് ആണ്. ഒന്ന് ഡൊമിനന്റ് ഹോമോസൈഗസ് ആയിട്ടുള്ള പർപ്പിൾ ഫ്ലവർ വിത്ത് ലോങ് പോളൻ, വേറൊരെണ്ണം റെസസീവ് ക്യാരക്ടർ ഉള്ള റെഡ് ഫ്ലവർ വിത്ത് റൗണ്ട് പോളൻ. ജനറ്റിക്സിലെ എല്ലാ തിയറികളും ഈ രീതിയിലുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിലൂടെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇവര് പാരന്റ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് പർപ്പിൾ ഫ്ലവർ വിത്ത് ലോങ് പോളൻ ഗ്രെയിൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ എൽ, ക്യാപിറ്റൽ എൽ. റെഡ് ഫ്ലവർ വിത്ത് റൗണ്ട് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അതിന്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? സ്മോൾ പി, സ്മോൾ പി, സ്മോൾ എൽ, സ്മോൾ എൽ. ഇതിനെ രണ്ടിനെയും F1 ജനറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാരന്റ്സിനെ രണ്ടിനെയും നമ്മൾ ക്രോസ് ചെയ്യുകയാണ്.
ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഗമേറ്റ്സ് ഏതൊക്കെയായിരിക്കും? ആദ്യത്തെ പാരന്റിൽ നിന്ന് വരുന്നത് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ, രണ്ടാമത്തെ പാരന്റിൽ നിന്നോ ഒരു ടൈപ്പ് ഗമേറ്റേ വരുന്നുള്ളൂ, സ്മോൾ പി സ്മോൾ എൽ. ഈ രണ്ട് ഗമേറ്റും ഫ്യൂസ് ചെയ്ത് നമുക്ക് F1 ജനറേഷനിൽ കിട്ടുന്ന ജീനോ ടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ പി സ്മോൾ പി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. ഇതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? നമുക്കറിയാം ക്യാപിറ്റൽ പി എന്ന് പറയുന്ന പർപ്പിൾ കളറാണ് ഡൊമിനന്റ്, അതുപോലെ ലോങ് പോളൻ ഗ്രെയിൻ ആണ് ഡൊമിനന്റ് ഓവർ റൗണ്ട് പോളൻ ഗ്രെയിൻ. അപ്പോൾ ഇതിന്റെ ഫീനോടൈപ്പ് എങ്ങനെയായിരിക്കും? ഓൾ പർപ്പിൾ ഫ്ലവേഴ്സ് വിത്ത് ലോങ് പോളൻ ഗ്രെയിൻ ഇൻ F1 ജനറേഷൻ. F1 ജനറേഷനിലെ എല്ലാം പർപ്പിൾ ഫ്ലവർ വിത്ത് ലോങ് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. സാധാരണ നമ്മൾ F1 ജനറേഷനിലെ ഇൻഡിവിജ്വൽസ് സെൽഫ് പോളിനേഷൻ നടത്താറാണ് പതിവ്. ഇവിടെ നമ്മൾ റെസസീവ് ആയിട്ടുള്ള പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. ഈ രീതിയിൽ F1 ജനറേഷനിൽ കിട്ടുന്ന ഇൻഡിവിജ്വലിനെ ഹോമോസൈഗസ് ഡബിൾ റെസസീവ് ആയിട്ടുള്ള പാരന്റുമായിട്ട് ക്രോസ് ചെയ്തതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ ഡബിൾ റെസസീവ് ആയിട്ടുള്ള പാരന്റ് ആണല്ലോ, ഹോമോസൈഗസ് ഡബിൾ റെസസീവ്, സ്മോൾ പി സ്മോൾ എൽ സ്മോൾ എൽ. ഹോമോസൈഗസ് ആണ്, രണ്ട് ക്യാരക്ടറും റെസസീവ് ആയിട്ട്, രണ്ട് അല്ലിലും റെസസീവ് ആയിട്ടുള്ള പാരന്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യാണ്, വിച്ച് ഇസ് കോൾഡ് ആസ് ടെസ്റ്റ് ക്രോസ്. ഈ ടെസ്റ്റ് ക്രോസിൽ നമുക്ക് ഏതൊക്കെയാണ് ഗമേറ്റ്സ് വരുന്നത് നോക്കാം. അപ്പൊ ആദ്യത്തെ F1 ജനറേഷനിലെ പ്ലാന്റിൽ നിന്ന് വരേണ്ട ഗമേറ്റ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ, ക്യാപിറ്റൽ പി സ്മോൾ എൽ, സ്മോൾ പി ക്യാപിറ്റൽ എൽ, സ്മോൾ പി സ്മോൾ എൽ. ഇത്രയാണ് ആദ്യത്തെ F1 ജനറേഷനിലുള്ള ഗമേറ്റ്സ്. ഇനി രണ്ടാമത്തെ പാരന്റിൽ നിന്ന് ഒരു ടൈപ്പ് ഗമേറ്റ് വരത്തുള്ളൂ, സ്മോൾ പി സ്മോൾ എൽ. ഇനി നമുക്കിതിലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്തായിരിക്കും F1 ജനറേഷനിൽ കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ ഈ ഗമേറ്റ്, ഈ ആദ്യം എഴുതിയിരിക്കുന്ന ഈ ഗമേറ്റ് ഇതിനെ ഫ്യൂസ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഈ ഗമേറ്റിനെ ഫ്യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജീനോടൈപ്പ് ഒരു ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ഇനി ഈ രണ്ടാമത്തെ ഗമേറ്റ് ആണ് ഈ ഗമേറ്റിനെ ഫ്യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. കാരണം ഈ പ്ലാന്റിൽ നിന്ന് ഒരു ഗമേറ്റ് അല്ലേ വരാനുള്ളൂ, ഇത് മാത്രമേ വരാനുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ ഗമേറ്റ് ആണ് ഇതിനെ ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? ക്യാപിറ്റൽ പി സ്മോൾ എൽ സ്മോൾ എൽ. ഇനി ഈ മൂന്നാമത്തെ ഗമേറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ ഗമേറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? സ്മോൾ പി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. ഈ നാലാമത്തെ ഗമേറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ സ്മോൾ പി സ്മോൾ എൽ സ്മോൾ എൽ. ഇതായിരിക്കും F2 ജനറേഷനിൽ നമുക്ക് കിട്ടുന്ന ഓസ്പ്രിങ്ങിന്റെ ജീനോടൈപ്പ്. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഫീനോടൈപ്പ് എങ്ങനെയായിരിക്കും നോക്കാം. ആദ്യത്തെ നോക്കിക്കേ, ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ എല്ലും ഉണ്ട്. അപ്പൊ പർപ്പിൾ ഫ്ലവർ വിത്ത് ലോങ് പോളൻ ഗ്രെയിൻ ആയിരിക്കും, പർപ്പിൾ ലോങ്. രണ്ടാമത്തത് ക്യാപിറ്റൽ പി ഉണ്ട്, അപ്പൊ പർപ്പിൾ ആയിരിക്കും. പക്ഷെ ക്യാപിറ്റൽ എല്ലില്ല, സ്മോൾ എൽ ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? റൗണ്ട് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പർപ്പിൾ റൗണ്ട് എന്ന് കിട്ടും. മൂന്നാമത്തത് ക്യാപിറ്റൽ പി ഇല്ല, അതുകൊണ്ട് റെഡ് ഫ്ലവർ ആയിരിക്കും. പക്ഷെ ക്യാപിറ്റൽ എല്ലുണ്ട് അവിടെ അല്ലെ, അപ്പൊ എന്തായിരിക്കും? ലോങ് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. അപ്പൊ റെഡ് ഫ്ലവർ വിത്ത് ലോങ് പോളൻ ഗ്രെയിൻസ്. ഏറ്റവും അവസാനത്തതിൽ എല്ലാം റെസസീവ് ആണ്, നമ്മുടെ ഡബിൾ റെസസീവ് പാരന്റിനെ പോലെ. അപ്പൊ അതെങ്ങനെയായിരിക്കും? റെഡ് ഫ്ലവർ വിത്ത് റൗണ്ട് പോളൻ ഗ്രെയിൻസ്. നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന F2 ജനറേഷന്റെ ജീനോടിപ്പിക് റേഷ്യോ എന്താണ്? 1:1:1:1 അല്ലെ. എല്ലാ ഓസ്പ്രിങ്ങും, എല്ലാ ജീനോടൈപ്പും, എല്ലാ ഫീനോടൈപ്പും 1:1:1:1 ആണ്. ജീനോടിപ്പിക് റേഷ്യോ 1:1:1:1 ആണ്, ഫിനോടിപ്പിക് റേഷ്യോ 1:1:1:1 ആണ്. F2 ജനറേഷനിൽ ഈ തരത്തിൽ ടെസ്റ്റ് ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് അല്ലെ. പർപ്പിൾ ലോങ് ഫിനോടൈപ്പ് ഒരെണ്ണാണുള്ളത്, പർപ്പിൾ റൗണ്ട് ഒരെണ്ണം, റെഡ് ലോങ് ഒരെണ്ണം, റെഡ് റൗണ്ട് ഒരെണ്ണം. അപ്പൊ ഫിനോടിപ്പിക് റേഷ്യോ എങ്ങനെയാ വരേണ്ടത്? 1:1:1:1 റേഷ്യോ. പക്ഷേ നമുക്ക് F2 ജനറേഷനിൽ അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റ് നടത്തിയ ബേറ്റ്സൺ ആൻഡ് പന്നറ്റിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ, ഈ മെന്റീരിയൻ പ്രിൻസിപ്പിൾ അനുസരിച്ച്, മെന്റീരിയൽ ജനറ്റിക് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഈ 1:1:1:1 റേഷ്യോ കിട്ടിയില്ല. അവർക്ക് കിട്ടിയ റേഷ്യോ 7:1:1:7 ആണ്. ഈ 7:2 എന്ന് പറയുമ്പോൾ ആദ്യമുള്ള ഫിനോടൈപ്പ് പർപ്പിൾ ലോങ് എന്ന് പറയുന്ന ഫിനോടൈപ്പ് അത് 7 എണ്ണം കിട്ടി, പർപ്പിൾ റൗണ്ട് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അതായത് ടോട്ടൽ F2 ജനറേഷനിലുള്ള ഇൻഡിവിജ്വൽസിന്റെ റേഷ്യോ ആണ് പറയേണ്ടത്. ശരിക്കും ഈ 4 ഫിനോടൈപ്പ് സെയിം നമ്പറിൽ നമുക്ക് കിട്ടേണ്ടതാ. പക്ഷെ ഇവിടെ പർപ്പിൾ ലോങ് 7 എണ്ണം ഉണ്ടായിരുന്നു, പർപ്പിൾ റൗണ്ട് ഒരെണ്ണം, റെഡ് ലോങ് ഒരെണ്ണം, റെഡ് റൗണ്ടും എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ മെന്റീലിയൻ റേഷ്യോയില് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് മെന്റീലിയൻ റേഷ്യോ എന്ന് വന്ന വ്യത്യാസം എന്താണ്? പർപ്പിൾ ലോങ്ങിന്റെയും റെഡ് റൗണ്ടിന്റെയും എണ്ണം കൂടുതലാണ്.
ഈ പർപ്പിൾ ലോങ് എന്ന് പറയുന്നത് ഈ പാരന്റിന്റെ ആണ് അല്ലെ. ഈ F1 ജനറേഷനിലുള്ള ഈ രണ്ട് പാരന്റ്സ് ആണ്, പർപ്പിൾ ലോങ്ങും റെഡ് റൗണ്ടും. ഈ പാരന്റൽ കോമ്പിനേഷൻസ് എങ്ങനെയാണ്, F2 ജനറേഷനിൽ അതിന്റെ നമ്പർ കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും റീസൺ? അപ്പൊ അവർ ആലോചിച്ചു, ഇവിടെ പർപ്പിൾ ലോങ്ങിന്റെയും റെഡ് റൗണ്ടിന്റെയും എണ്ണമാണ് കൂടുതലായി വന്നിട്ടുള്ളത്. പർപ്പിൾ ലോങ് ഫിനോടൈപ്പ് വരണമെങ്കിൽ ജീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ പി സ്മോൾ പി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. ഈ ജീനോടൈപ്പ് കിട്ടാൻ ഏതെല്ലാം ഗമേറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ സ്മോൾ പി സ്മോൾ എൽ. ഈ അല്ലീലി കോമ്പിനേഷൻസ് ഉള്ള ഗമേറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യേണ്ടത്. അതുപോലെ റെഡ് റൗണ്ട് ഫിനോടൈപ്പ് വരണമെങ്കിൽ ജീനോടൈപ്പ് എന്തായിരിക്കും? ഏതൊക്കെ ജീനോടൈപ്പ് ഉള്ള ഗമേറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യേണ്ടത്? സ്മോൾ പി സ്മോൾ എല്ലും സ്മോൾ പി സ്മോൾ എല്ലും. ഇതിൽ നിന്നും ബെയ്റ്റ്സണും പന്നറ്റിനും മനസ്സിലായി ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ സ്മോൾ പി സ്മോൾ എൽ എന്നീ അല്ലീലി കോമ്പിനേഷൻസ് ഉള്ള ഗമേറ്റ്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഈ ഗമേറ്റ്സ് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ സ്മോൾ പി സ്മോൾ എൽ ഗമേറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്തുണ്ടാകുന്ന ക്യാപിറ്റൽ പി സ്മോൾ പി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ സ്മോൾ പി സ്മോൾ പി സ്മോൾ എൽ ജീനോടൈപ്സ് അഥവാ പർപ്പിൾ ലോങ് ഫിനോടൈപ്പും റെഡ് റൗണ്ട് ഫിനോടൈപ്പിൻ്റെയും റേഷ്യോ F2 ജനറേഷനിൽ 7 ആയിട്ട് കൂടുതലായിട്ട് എക്സ്പെക്റ്റഡ് റേഷ്യോനേക്കാളും കൂടുതലായിട്ട് വരും. ഇതിൽ നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ക്യാപിറ്റൽ പി സ്മോൾ എൽ സ്മോൾ പി ക്യാപിറ്റൽ എൽ ഈ രണ്ട് ഗമേറ്റ്സിനേക്കാളും അല്ലെങ്കിൽ ഈ രണ്ട് അല്ലീലി കോമ്പിനേഷൻസിനേക്കാളും കൂടുതലായിട്ട് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ സ്മോൾ പി സ്മോൾ എൽ എന്ന് പറയുന്ന ഗമേറ്റ്സ് കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ജീൻസ് വഴിയാണ്. അതായത് ഈ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെയും അസോർട്ട് ചെയ്യും, സ്മോൾ എല്ലിന്റെ കൂടെയും അസോർട്ട് ചെയ്യും. അങ്ങനെ അസോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ രണ്ട് ഗമേറ്റ്സും കിട്ടുന്നത്. ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ അസോർട്ട് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ പി എൽ കിട്ടുന്നത്. ക്യാപിറ്റൽ പി സ്മോൾ എല്ലിന്റെ കൂടെ അസോർട്ട് ചെയ്യുമ്പോഴാണ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ പി സ്മോൾ എൽ അങ്ങനെ ഒരു ജീനോടൈപ്പ് ഉള്ള അല്ലീല് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഈ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെയാണ് പ്രധാനമായിട്ടും അസോർട്ട് ചെയ്ത് ഗമേറ്റ് ഫോം ചെയ്യുന്നത്. ഇത് അധികം ഫോം ചെയ്യുന്നില്ല. ഇത് അധികം എന്ത് ചെയ്യുന്നില്ല, ഈ കോമ്പിനേഷനിൽ ഫോം ചെയ്യുന്നില്ല. ഈ പി എപ്പോഴും എല്ലിന്റെ കൂടെ നിൽക്കുന്നത് കണ്ടോ, ഈ പി എപ്പോഴും എല്ലിന്റെ കൂടെയാ നിൽക്കുന്നത്. പി ഈ സ്മോൾ എല്ലിന്റെ കൂടെ അസോർട്ട് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ നിൽക്കാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ മാത്രം അസോർട്ട് ചെയ്ത് ക്യാപിറ്റൽ പി ക്യാപിറ്റലിൽ നിന്ന് ജീനോടൈപ്പ് ഉള്ള ഗമേറ്റ്സ് ആണ് കൂടുതലായിട്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. എന്നാൽ ക്യാപിറ്റൽ പി സ്മോൾ എല്ലിന്റെ കൂടെ ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ നിൽക്കാനാണ് എപ്പോഴും ടെൻഡൻസി കാണിക്കുന്നത്. സ്മോൾ എല്ലിന്റെ കൂടെ അസോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കാത്തത് കൊണ്ട് ആ ഗമേറ്റ്സിന്റെ നമ്പർ കുറവായിരിക്കും, ഫോം ചെയ്യുന്ന ഗമേറ്റ്സിന്റെ നമ്പർ കുറവായിരിക്കും. ഇവിടെ നോക്കുക, ഈ സ്മോൾ പി എന്ന് പറയുന്ന ജീൻ ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ അസോർട്ട് ചെയ്യും, സ്മോൾ എല്ലിന്റെ കൂടെയും അസോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ രണ്ട് ഗമേറ്റ്സും ഫോം ചെയ്യുന്നത്. സ്മോൾ പി ക്യാപിറ്റൽ എല്ല് സ്മോൾ പി സ്മോൾ എൽ. ഇവിടെ സ്മോൾ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ നിൽക്കാനായിട്ട് ടെൻഡൻസി കാണിക്കുന്നില്ല. സ്മോൾ പി ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ജീനോടൈപ്പ് ഉള്ള ഗമേറ്റ്സ് അധികം ഫോം ചെയ്യുന്നില്ല. സ്മോൾ പി സ്മോൾ എല്ലിന്റെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ടെൻഡൻസി കാണിക്കുന്നത്. ഈ പാരന്റിലേതുപോലെ, പാരന്റിൽ അങ്ങനെയല്ലായിരുന്നോ, സ്മോൾ പിയും സ്മോൾ എല്ലും ആയിരുന്നു, ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ എല്ലും ആയിരുന്നു. അപ്പൊ ഈ പാരന്റിലുള്ള ഈ അല്ലീലി കോമ്പിനേഷൻ തന്നെ ഒരുമിച്ച് നിൽക്കാനും ആ ജീൻസ് ഒരുമിച്ച് നിൽക്കാനും, അതായത് പാരന്റിൽ ഈ ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ എല്ലും ഒരുമിച്ച് നിൽക്കുമായിരുന്നു, സ്മോൾ പിയും സ്മോൾ എല്ലും ഒരുമിച്ച് നിൽക്കുമായിരുന്നു അല്ലെ. ഗമേറ്റ് ഫോം ചെയ്യുന്ന സമയത്തും ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാനായിട്ട് ടെൻഡൻസി കാണിച്ചു. F1 ജനറേഷനിൽ അവർ ഒരു ഓഫ്സ്പ്രിങ് ഫോം ചെയ്തതിനു ശേഷവും ആ F1 ജനറേഷനിൽ നിന്ന് വീണ്ടും ഗമേറ്റ്സ് ഫോം ചെയ്യുന്ന അവസരത്തിൽ പാരന്റിലുള്ള ഈ കോമ്പിനേഷൻ ഓഫ് അല്ലീൽസ്, ഈ കോമ്പിനേഷൻ ഓഫ് ജീൻസ്, ഈ പാരന്റൽ കോമ്പിനേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, അതായത് ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ എല്ലും വീണ്ടും ഒരുമിച്ച് നിൽക്കാനായിട്ട്, സ്മോൾ പി സ്മോൾ എല്ലും വീണ്ടും ഒരുമിച്ച് ലിങ്ക്ഡ് ആകാനായിട്ട് അവര് ശ്രമിച്ചു. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിനോടും ക്യാപിറ്റൽ പി സ്മോൾ എല്ലിനോടും ഒരേപോലെ ഈക്വൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്താണ്, ദർ ഇസ് എ ഡീവിയേഷൻ ഫ്രം ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അങ്ങനെ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിനോടും സ്മോൾ എല്ലിനോടും ഒരുപോലെ അസോർട്ട് ചെയ്യത്തില്ല. പ്രെഫറൻസ് ഉണ്ട്. ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ മാത്രമേ അസോർട്ട് ചെയ്യത്തുള്ളൂ. അവർ രണ്ടുപേരും ഒരുമിച്ച് ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന ജീൻസ് ആണ്. ഇവിടെ ഒരുമിച്ചാണ് ഗമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഈ രണ്ട് ജീനുകളും ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ എല്ലും ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും ഗമേറ്റ്സിലേക്ക്. ആ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഓസ്പ്രിങ്ങിലേക്കും അവർ ഒരുമിച്ച്
ഇൻഹെറിറ്റ് ചെയ്യപ്പെടും ഈ രണ്ട് ജീൻസ്, പിയും ക്യാപിറ്റലും. അതുപോലെ തന്നെ സ്മോൾ പിയും സ്മോൾ എല്ലും. സ്മോൾ പി ക്യാപിറ്റൽ എല്ലിനോടും സ്മോൾ എല്ലിനോടും ഒരേ ഈക്വൽ ഡിഗ്രി ഓഫ് അസോർട്ട്മെന്റ് കാണിക്കേണ്ടതാണ്, ശരിയായ മെൻഡീലിയൻ പ്രിൻസിപ്പിൾ അനുസരിച്ച്, മെൻഡീലിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്. പക്ഷെ ഇവിടെ there is a deviation from independent assortment that small p small എല്ലിനോടാണ് കൂടുതൽ അഫെക്ഷൻ കാണിക്കുന്നത്. സ്മോൾ പിയും സ്മോൾ എല്ലും ലിങ്ക്ഡ് ജീൻസ് ആണ്, അവർ എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുക. they are linked together, they are assorted together, they are inherited together into gametes and to the next generation. അപ്പൊ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ലിന്റെ കൂടെയും സ്മോൾ പി സ്മോൾ എല്ലിന്റെ കൂടെയും ഒരുമിച്ച് നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ടാണ് F2 ജനറേഷനിൽ ഈ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എല്ല് പിന്നെ സ്മോൾ പി സ്മോൾ എല്ല് ഈ അല്ലീലി കോമ്പിനേഷൻ വരുന്ന, ഈ ലിങ്ക്ഡ് ജീൻസിന്റെ കോമ്പിനേഷൻ വരുന്ന ഓസ്ട്രിങ്സിന്റെ നമ്പർ റിലേറ്റീവ്ലി കൂടാനുള്ള കാരണം, ഇവിടെ 7 ആകാനുള്ള കാരണം. ശരിക്കും മെൻഡീലിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് എല്ലാത്തിനും ഒരേ റേഷ്യോ കിട്ടേണ്ടതാണ്. ഇവിടെ there is a deviation from independent assortment. That's why there is an alteration in the phenotypic ratio in the F2 generation. These two genes or these two alleles, small p and small l, like capital P and capital L in the parental combination, they tend to stick together during gamete formation and also the formation of offspring in F1 and F2 generations. Here, as we have seen, there is a tendency of dominant and recessive alleles to remain together. ക്യാപിറ്റൽ പി എപ്പോഴും ക്യാപിറ്റൽ എല്ലിന്റെ കൂടെ നിൽക്കാനായിട്ട് നോക്കും. ക്യാപിറ്റൽ പി സ്മോൾ എല്ലിന്റെ കൂടെ അധികം അസോർട്ട് ചെയ്യുന്നില്ല, അധികം ഗമേറ്റ്സിൽ അതിന്റെ കോമ്പിനേഷൻ കാണുന്നില്ല, അതധികം ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ സ്മോൾ പി സ്മോൾ എല്ലിന്റെ കൂടെ എപ്പോഴും these two alleles remains together. If such alleles come from separate parents, പി സ്മോൾ പി ക്യാപിറ്റൽ എല്ല് ക്യാപിറ്റൽ പി സ്മോൾ എല്ല് ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് പാരന്റ്സിൽ നിന്ന് വരുന്നതാണ്. സ്മോൾ പി എന്ന് പറയുന്ന അല്ലീല് ഈ പാരന്റിൽ നിന്ന് വരുന്നതാണ്, ക്യാപിറ്റൽ എല്ല് എവിടുന്ന ഈ പാരന്റിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പാരന്റിൽ നിന്ന് വരുന്നതാണ് ഈ സ്മോൾ പിയും ക്യാപിറ്റൽ എല്ലും. ഈ രണ്ട് അല്ലീൽസും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും. ഇവർ ജോയിൻ ചെയ്തൊരു ഗമേറ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ പിയും സ്മോൾ എല്ലും അല്ലെ, ക്യാപിറ്റൽ പി നോക്കി ഈ പാരന്റിൽ നിന്ന് വരുന്നതാണ്, സ്മോൾ എൽ ഈ പാരന്റിൽ നിന്ന് വരുന്നതാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അതായത് ഈ ക്യാപിറ്റൽ പിയും സ്മോൾ എല്ലും ഈ രണ്ട് അല്ലീൽസ് ഒരുമിച്ച് ചേരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അവർ ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യപ്പെടാനുള്ള, അസോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് കുറവാന്ന് പറയാനുള്ള കാരണം എന്താ, ഈ രണ്ട് അല്ലീൽസും ജോയിൻ ചെയ്ത് ഫോം ചെയ്യേണ്ട ജീനോടൈപ്സിന്റെ എണ്ണം മറ്റതിന് രണ്ടിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. ഈ പാരന്റൽ കോമ്പിനേഷൻ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ സ്മോൾ പി സ്മോൾ എൽ ഇത് രണ്ടുമാണ് പാരന്റ്സിൽ ഒരുമിച്ച് വരുന്ന അല്ലീൽസ്. ആ പാരന്റൽ കോമ്പിനേഷൻ മൂലം ഉണ്ടാകുന്ന ഗമേറ്റ്സിന്റെയും ഓസ്ട്രിങ്സിന്റെയും എണ്ണം കൂടുതലായിരിക്കും. ഈ രണ്ട് അല്ലീൽസും, ഈ രണ്ട് വ്യത്യസ്ത പാരന്റ്സിൽ നിന്ന് വന്നിട്ടുള്ള ഈ രണ്ട് അല്ലീൽസും ഒരുമിച്ച് അസോർട്ട് ചെയ്യാനും ഒരുമിച്ച് ഇൻഹെറിറ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. alleles which comes from separate parents which tends to remain separate, ഇതിനെയാണ് നമ്മൾ ഗമേറ്റിക് റിപ്പൽഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗമേറ്റിക് കപ്ലിംഗും ഗമേറ്റിക് റിപ്പൽഷനും റിപ്പോർട്ട് ചെയ്തത് ബേറ്റ്സൺ ആൻഡ് പന്നറ്റ് ആണ്. ലേറ്റർ മോർഗൻ ത്രൂ ഹിസ് സെവറൽ എക്സ്പെരിമെന്റ്സ് ഇൻ ഡ്രോസോഫില, അദ്ദേഹത്തിന്റെ ഡ്രോസോഫില എക്സ്പെരിമെന്റ്സ് അദ്ദേഹം കണ്ടെത്തി ഈ ഗമേറ്റിക് കപ്ലിംഗും ഗമേറ്റിക് റിപ്പൽഷൻ എന്ന് പറയുന്നത് ഈ ലിങ്കേജ് എന്ന് പറയുന്ന ഫിനോമിനന്റെ രണ്ട് ആസ്പെക്ട്സ് ആണെന്ന് മോർഗൻ കണ്ടെത്തി. അപ്പൊ മോർഗൻ ആണ് പിന്നീട് ലിങ്കേജ് എന്നുള്ള പേരും ഈ കപ്ലിംഗും റിപ്പൽഷനും ലിങ്കേജിന്റെ തന്നെ രണ്ട് ഭാഗമാണെന്നുള്ളത് കണ്ടെത്തിയത്. അപ്പൊ മോർഗന്റെ എക്സ്പെരിമെന്റ്സ് ഏതിലായിരുന്നു, ഡ്രോസോഫിലയിലായിരുന്നു അല്ലെ. മോർഗൻ ഡ്രോസോഫിലയിൽ എന്താണ് ചെയ്ത് നോക്കാം. ഡ്രോസോഫിലയിൽ മോർഗൻ ഒരു വൈൽഡ് ടൈപ്പും ഒരു മ്യൂട്ടൻ ടൈപ്പും അങ്ങനെ രണ്ട് ഡ്രോസോഫില എടുക്കാണ്. വൈൽഡ് ടൈപ്പ് ഡ്രോസോഫിലയുടെ ഫിനോടൈപ്പ് എന്താന്ന് വെച്ചാൽ ഗ്രേ ബോഡി വിത്ത് ലോങ് വിങ്സ്. അപ്പോൾ ഗ്രേ ബോഡി എന്ന് പറയുന്നത് ഒരു വൈൽഡ് ക്യാരക്ടർ ആണ്. അപ്പൊ അതായിരിക്കും ഡൊമിനന്റ്, ക്യാപിറ്റൽ ജി ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഗ്രേ ബോഡി. ഇനി ലോങ് വിങ്സ് എന്നുള്ളതും ഒരു വൈൽഡ് ടൈപ്പ് ക്യാരക്ടർ ആണ്, അതായത് നാച്ചുറലി അക്വറിങ് ക്യാരക്ടർ ആണ്. നമ്മളെ ക്യാപിറ്റൽ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ആ ജീനിന്റെ അല്ലീൽസിനെ. അപ്പൊ ഇതൊരു ഡബിൾ ഡൊമിനന്റ് ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു ജീനോടൈപ്പ് ആണ് വൈൽഡ് ടൈപ്പ് ഗ്രേ ലോങ് വിങ് ഡ്രോസോഫിലയ്ക്ക് ഉള്ളത്. ഇറ്റ് ഈസ് ക്രോസ്ഡ് വിത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ള ബോഡി, ബ്ലാക്ക് കളറിലാണ്. അപ്പൊ നമ്മൾ സ്മോൾ ജി എന്ന് പറയും, കാരണം ഗ്രേ ആണ് ഡൊമിനന്റ്, ബ്ലാക്ക് ഏതാണ് റിസസീവ് ആണ്. അപ്പൊ സ്മോൾ ജി സ്മോൾ എൽ. അപ്പൊ ഇവിടുത്തെ വിങ്സ് ലോങ് അല്ല, ഇവിടുത്തെ വിങ്സ് വെസ്റ്റീജിയൽ ആണ്. അപ്പൊ നമുക്ക് കാണുമ്പോഴേ തന്നെ ഇതിന്റെ ഫിനോട്ടിപ്പിക് ഡിഫറൻസ് മനസ്സിലാകും. ഒന്നിന്റെ ബോഡി കളർ ഗ്രേ ആണ്,
ഇതിന്റെ എബോണി ബ്ലാക്ക് ആണ് ഇതിന്റെ ബോഡി കളർ. അപ്പോൾ ഗ്രേ ആയതുകൊണ്ട് ക്യാപിറ്റൽ ജി, ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ എബോണി കളർ ആയതുകൊണ്ട് സ്മോൾ ജി. ഇവിടുത്തെ വിങ്സ് ഭയങ്കര ലോങ് ആണ് അല്ലെ, വെൽ ഡെവലപ്ഡ് ലോങ് വിങ്സ് ആണ്. നമ്മൾ ക്യാപിറ്റൽ എൽ എന്ന് എഴുതും. ഇവിടുത്തെ വിങ്സ് നോക്കി വെസ്റ്റീജിയൽ വിങ്സ് ആണ്, ചെറിയ ഷോർട്ട് വിങ്സ് ആണ് ഈ ബൈക്കുള്ളത്. അപ്പൊ നമ്മൾ സ്മോൾ എൽ എന്ന് എഴുതും. അപ്പൊ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ ക്രോസ്ഡ് വിത്ത് സ്മോൾ എൽ. ഇവിടെ നമ്മൾ ഗമേറ്റ്സ് എഴുതുകയാണ്, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ. ഇവിടുത്തെ ഗമേറ്റ്സ് സ്മോൾ ജി സ്മോൾ എൽ. ഈ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് നമ്മൾ F1 ജനറേഷൻ ഇതാണ്, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. നമുക്കറിയാം ഗ്രേ ബോഡിയാണ് ഡൊമിനന്റ്, ലോങ് വിങ്സ് ആണ് ഡൊമിനന്റ്. അതുകൊണ്ട് F1 ജനറേഷനിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസും എങ്ങനെയായിരിക്കും? ഓൾ ആർ ഗ്രേ ബോഡീഡ് ലോങ്. ഇനി ഈ F1 ജനറേഷനിലെ ഒരു മെയിൽ ഫ്ലൈനെ എടുത്തിട്ട്, ആ മെയിൽ ഫ്ലൈയുടെ ജീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. അങ്ങനെ ജീനോടൈപ്പ് ഉള്ള ഒരു മെയിൽ ഫ്ലൈനെ എടുത്തിട്ട് ഒരു ഫീമെയിൽ പാരന്റുമായിട്ട്, ഡബിൾ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പൊ ഈ ഫീമെയിൽ ഡബിൾ റെസസീവ് പാരന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജീനോടൈപ്പ് എന്താ? സ്മോൾ ജി സ്മോൾ എൽ. അങ്ങനെ ഡബിൾ റെസസീവ് ഫീമെയിൽ പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. Any back cross where an F1 generation individual is crossed with a double recessive parent is known as test cross. അപ്പോൾ ഇവിടെ നമ്മൾ നടത്തുന്നത് എന്താണ്? ടെസ്റ്റ് ക്രോസ് ആണ്. നമ്മളല്ല, മോർഗൻ നടത്തിയ എക്സ്പെരിമെന്റ് ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസിൽ നമുക്ക് ഇവിടുത്തെ ഗമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ മെയിൽ ഫ്ലൈയിൽ നിന്നുണ്ടാകുന്ന ഗമേറ്റ്സ്, ഈ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ നിന്നുണ്ടാകുന്ന ഗമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വെച്ച് ഗമേറ്റ്സ് ഗസ് ചെയ്യാണ്. ആദ്യം ക്യാപിറ്റൽ ജിയും ക്യാപിറ്റൽ എല്ലും കൂടി ചേർന്നിട്ടുള്ള ഗമേറ്റ്, ക്യാപിറ്റൽ ജി എൽ. അടുത്തത് ക്യാപിറ്റൽ ജിയും സ്മോൾ എല്ലും കൂടി ചേർന്നിട്ടുള്ള ഗമേറ്റ്, ക്യാപിറ്റൽ ജി സ്മോൾ എൽ. അടുത്തത് സ്മോൾ ജിയും ക്യാപിറ്റൽ എല്ലും ചേർന്നിട്ടുള്ള ഗമേറ്റ്, സ്മോൾ ജി ക്യാപിറ്റൽ എൽ. അടുത്തത് സ്മോൾ ജി സ്മോൾ എൽ ചേർന്നിട്ടുള്ള ഗമേറ്റ്, സ്മോൾ ജി എൽ. ഇത്രയാണ് ഈ മെയിൽ ഡ്രോസോഫില ഫ്ലൈയിൽ നിന്ന് ഫോം ചെയ്യുന്ന ഗമേറ്റ്സ്. മെയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഗമേറ്റ് ഏതാ? സ്പേം. അപ്പൊ സ്പേമിന്റെ ജീനോടൈപ്സ് ആണ് എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ, ക്യാപിറ്റൽ ജി സ്മോൾ എൽ, സ്മോൾ ജി ക്യാപിറ്റൽ എൽ, സ്മോൾ ജി സ്മോൾ എൽ. ഇനി ഈ ഫീമെയിൽ ഫ്ലൈയിൽ നിന്ന് ഒരു ടൈപ്പ് എഗ് ആണ് ഫോം ചെയ്യത്തുള്ളൂ, സ്മോൾ ജി സ്മോൾ എൽ അല്ലെ. ഇനി നമുക്കിത് ക്രോസ് ചെയ്തിട്ടുള്ള F2 ജനറേഷൻ എഴുതാം. F2 ജനറേഷനിൽ സപ്പോസ് ദിസ് എഗ്, ഈ സ്മോൾ ജി സ്മോൾ എൽ എഗ് ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ ദിസ് പർട്ടിക്കുലർ സ്പേം. അങ്ങനെയാണെങ്കിൽ ആ ഫോം ചെയ്യുന്ന ഓസ്ട്രിങ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ അല്ലെ. സപ്പോസ് ദിസ് എഗ് ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ എ സ്പേം ഹാവിംഗ് ക്യാപിറ്റൽ ജി സ്മോൾ എൽ ജീൻ. എന്തായിരിക്കും ഓസ്ട്രിങ്? ക്യാപിറ്റൽ ജി സ്മോൾ എൽ. അടുത്തത് if the egg is fertilized by this sperm, ഈ sperm ആണെങ്കിലോ സ്മോൾ ജി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ. ഇനി if the small l egg is fertilized by small l sperm, the resultant genotype will be small g small l. Now let's see the phenotype. ആദ്യത്തേത് ഏതാണ്? ക്യാപിറ്റൽ ജി ഉണ്ട്, ക്യാപിറ്റൽ എൽ ഉണ്ട്, അതുകൊണ്ട് ഗ്രേ ലോങ് ആണ്. രണ്ടാമത്തേതോ ഗ്രേ ആണ്, പക്ഷെ ലോങ് വിങ്സിനുള്ള ജീൻ ഇല്ല, അത് റെസസീവ് ആണ്, അതുകൊണ്ട് ഗ്രേ വെസ്റ്റീജിയൽ ആണ്. ഇവിടെ നോക്കിക്കേ, ഗ്രേ കളറിനുള്ളതില്ല, അതുകൊണ്ട് ബ്ലാക്ക് ബോഡീഡ് ആയിട്ടില്ലെങ്കിൽ എബണി ബോഡീഡ് ആയിട്ടുള്ള ഫ്ലൈ ആയിരിക്കും. വിങ്സ്, ലോങ് വിങ്സിനുള്ള ജീൻ ഉണ്ട്, അതുകൊണ്ട് ബ്ലാക്ക് ബോഡി വിത്ത് ലോങ് വിങ്സ്. ഇവിടെയോ ഈ രണ്ട് ഗ്രേ ബോഡിക്കുള്ളതും ലോങ് വിങ്സിനുള്ള ജീൻസും റെസസീവ് ആണ് ഇവിടെ, അതുകൊണ്ട് വി ഗെറ്റ് എ ബ്ലാക്ക് വെസ്റ്റീജിയൽ ഫ്ലൈ ജസ്റ്റ് ലൈക്ക് എ പാരന്റ്. ഈ പാരന്റിനെ പോലെ ബ്ലാക്ക് വെസ്റ്റീജിയൽ നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് ശരിക്കും നമുക്ക് മെന്റലിന്റെ റേഷ്യോ വെച്ചിട്ട് കിട്ടേണ്ടത്. അതായത് ഒരു ഗ്രേ ലോങ് കിട്ടണം, ഒരു ഗ്രേ വെസ്റ്റീജിയൽ കിട്ടണം, ഒരു ബ്ലാക്ക് ലോങ് കിട്ടണം, ബ്ലാക്ക് വെസ്റ്റീജിയൽ കിട്ടണം. ഈ 4 ടൈപ്പ് ഫീനോടൈപ്പും നമുക്ക് F2 ജനറേഷനിൽ കിട്ടേണ്ടതാണ് അല്ലെ. ശരിക്കും കറക്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്ന ഈ 4 ടൈപ്പ് ഗമേറ്റും ഈ രണ്ടാമത്തെ പാരന്റിൽ നിന്ന് ഈ ഒരു ടൈപ്പ് ഗമേറ്റ് ഫോം ചെയ്ത് കറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ 4 ടൈപ്പ് ഫീനോടൈപ്പും F2 ജനറേഷനിൽ കിട്ടേണ്ടതാണ്. പക്ഷേ മോർഗന് 2 ടൈപ്പ് ഫീനോടൈപ്പ് മാത്രമേ F2 ജനറേഷനിൽ കിട്ടുള്ളൂ. He didn't get this grey vestigial winged fly and also the black long fly. ഈ ഗ്രേ വെസ്റ്റീജിയൽ ഫ്ലൈയും ബ്ലാക്ക് ലോങ് ഫ്ലൈയും അവർക്ക് കിട്ടിയില്ല. ആകെ അവർക്ക് കിട്ടിയത് ഗ്രേ ലോങ് ഫ്ലൈസും ബ്ലാക്ക് വെസ്റ്റീജിയൽ ഫ്ലൈസും ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഗ്രേ വെസ്റ്റീജിയൽ ഫ്ലൈ കിട്ടാത്തത്? ഹിയർ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. ശരിയായ രീതിയിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്നാൽ മാത്രമേ നമുക്ക് ഈ 2 ഗ്രേ വെസ്റ്റീജിയൽ ഫ്ലൈയും ബ്ലാക്ക് ലോങ് ഫ്ലൈയും കിട്ടത്തുള്ളൂ. ഇവിടെ ഗ്രേ വെസ്റ്റീജിയൽ കിട്ടണമെങ്കിൽ
ഈ ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഗ്രേ കളർ കൊടുക്കുന്നതും വെസ്റ്റീജിയൽ കളർ കൊടുക്കേണ്ട സ്മോൾ എൽ ജീനും ഒരുമിച്ച് അസോർട്ട് ചെയ്ത് വരേണ്ടതാണ്. പക്ഷെ ഇവര് ഒരുമിച്ച് വന്നിട്ടില്ല. അതുപോലെ ബ്ലാക്ക് ലോങ് കിട്ടണമെങ്കിൽ ഈ ബ്ലാക്ക് ബോഡി കളർ കൊടുക്കേണ്ട അല്ലീൽ ഏതാണ്? സ്മോൾ ജി അല്ലീലാണ്. അതുപോലെ ലോങ് വിൻസ് കൊടുക്കേണ്ടത് ക്യാപിറ്റൽ എൽ ആണ് അല്ലെ. ഈ രണ്ട് അല്ലീൽസും ഒരുമിച്ച് വന്ന് ഒരു ഗമേറ്റിൽ വന്ന് ആ പർട്ടിക്കുലർ ഗമേറ്റ് ഈ പറയുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രണ്ട് ഫിനോടൈപ്പും കിട്ടുള്ളൂ. പക്ഷെ ഈ രണ്ട് ഫിനോടൈപ്പ് കിട്ടിയില്ല എന്ന് വെച്ചാൽ, ഒരു ഫ്ലൈ പോലും ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ക്യാപിറ്റൽ ജി സ്മോൾ എൽ, സ്മോൾ ജി ക്യാപിറ്റൽ, ഈ രണ്ട് ഗമേറ്റ്സ് അവിടെ ഫോം ചെയ്തിട്ടില്ല. ശരിയായ രീതിയിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇവിടെ നടന്നിട്ടില്ല. Capital G, capital L and small g, small l remain linked together and they are inherited together. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ക്യാപിറ്റൽ ജിയും ക്യാപിറ്റൽ എല്ലും വളരെ ക്ലോസ് ആയിട്ട് ഇവർ തമ്മിൽ ലിങ്ക്ഡ് ആയി. ഈ രണ്ട് ജീൻസും പരസ്പരം ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. ഈ ജി എല്ലുമായിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ജി വേറെ ഒരു അല്ലീലുമായിട്ടും അസോർട്ട്മെന്റ് നടക്കത്തില്ല. ഈ ജിയും ക്യാപിറ്റൽ എല്ലും ഈ പാരന്റിൽ നിന്ന് വന്ന രണ്ട് ജീൻസ് ആണ് ക്യാപിറ്റൽ ജിയും ക്യാപിറ്റൽ എല്ലും. അവര് പരസ്പരം ഭയങ്കര ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുകയാണ്, ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജി എല്ലുമായിട്ട് മാത്രമേ ലിങ്ക് ചെയ്യത്തുള്ളൂ, സ്മോൾ എല്ലുമായിട്ട് അസോർട്ട്മെന്റ് നടക്കില്ല. ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എല്ലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്മോൾ ജി സ്മോൾ എല്ലും, കണ്ടില്ലേ? സ്മോൾ ജി സ്മോൾ എല്ലും ഇവർ തമ്മിൽ പരസ്പരം they are closely linked together that G will never associate with or never get linked with the capital L in this particular case. സ്മോൾ ജി സ്മോൾ എല്ലുമായിട്ട് മാത്രമേ അസോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഗമേറ്റ ഫോം ചെയ്യുന്നുള്ളൂ ഇവിടെ. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ ഉള്ളതും സ്മോൾ ജി സ്മോൾ എൽ ഉള്ള ഗമേറ്റ്സ് മാത്രമേ ഇവിടെ ഫോം ചെയ്യത്തുള്ളൂ. ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഗമേറ്റും എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം ഈ ഗമേറ്റും ഈ അല്ലീലി കോമ്പിനേഷനുള്ള ഗമേറ്റും കൂടി ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഫിനോടൈപ്പ് മാത്രമേ F2 ജനറേഷനിൽ കിട്ടുള്ളൂ. അപ്പൊ ഇത് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ് ഗ്രേ ലോങ്. അതുപോലെ ഇത് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ അല്ലീല് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ് ബ്ലാക്ക് വെസ്റ്റീജിയൽ. ഇതെങ്ങനെയാണ്? പാരന്റൽ കോമ്പിനേഷൻ ആണ് അല്ലെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പാരന്റ് ഒന്ന് ഗ്രേ ലോങ് ആയിരുന്നു, മറ്റേത് ബ്ലാക്ക് വെസ്റ്റീജിയൽ ആയിരുന്നു. അപ്പൊ ഈ പാരന്റൽ കോമ്പിനേഷനിലുള്ള ഫിനോടൈപ്സ് മാത്രമേ നമുക്ക് F2 ജനറേഷനിൽ കിട്ടുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജി എൽ, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എൽ, സ്മോൾ ജി സ്മോൾ എൽ, ഈ രണ്ട് ജീൻസും എങ്ങാണ്? ദേ ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ടുഗെദർ ആൻഡ് ദേ ആർ ഇൻഹെറിറ്റഡ് ടുഗെദർ. F1 ജനറേഷനിലെ ഈവൻ F2 ജനറേഷനിലും അവര് ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കില്ല. കാരണം ക്യാപിറ്റൽ ജിയും ക്യാപിറ്റലും അത്രമാത്രം ക്ലോസ് ആയിട്ട്, സ്മോൾ ജി സ്മോൾ എല്ലും അത്രമാത്രം ക്ലോസ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. ജീനുകൾ ലിങ്ക്ഡ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? മോർഗന്റെ എക്സ്പെരിമെന്റ്സിൽ നിന്ന് F2 ജനറേഷനിൽ വരുമ്പോൾ ശരിക്കും നമുക്കൊരു പുതിയ റീകോമ്പിനന്റ് വെറൈറ്റി കിട്ടേണ്ടതാണ് ഈ രണ്ട് പാരന്റ്സിന്റെയും. ഗ്രേ ലോങ്ങും രണ്ടാമത്തെ ബ്ലാക്ക് വെസ്റ്റീജിയലുമാണ് അല്ലെ. അപ്പൊ നമുക്ക് F2 ജനറേഷനിൽ ആ റീകോമ്പിനന്റ് ആയിട്ടുള്ള ഗ്രേ വെസ്റ്റീജിയലും അതുപോലെ ബ്ലാക്ക് ലോങ്ങും അങ്ങനെ ആ കോമ്പിനേഷൻ കിട്ടേണ്ടതാ. ആ പുതിയ റീകോമ്പിനന്റ് വെറൈറ്റി കിട്ടേണ്ടതാ. പക്ഷെ ഈ രണ്ട് റീകോമ്പിനന്റ് വെറൈറ്റിയും കിട്ടിയില്ല. പാരന്റിൽ എങ്ങനെയാണോ ഈ രണ്ട് ജീൻസും ലിങ്ക് ചെയ്തിരുന്നത്, ഈ ഗ്രേ എന്ന് പറയുന്ന കളറും ലോങ് എന്ന് പറയുന്ന വിങ്സ് കൊടുക്കുന്ന കളർ എങ്ങനെയാണോ പാരന്റ്സ് ലിങ്ക് ചെയ്തിട്ടിരുന്നത്, അതുപോലെ ആ ജീൻസ് ഒരുപോലെ ലിങ്ക് ചെയ്ത് താഴെ F2 ജനറേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഗ്രേ ലോങ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ ബ്ലാക്ക് വെസ്റ്റീജിയൽ എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുക്കുന്ന ആ രണ്ട് ജീൻസും, ബ്ലാക്ക് എന്ന് പറയുന്ന കളർ കൊടുക്കുന്ന ജി, സ്മോൾ ജി എന്ന് പറയുന്ന അല്ലീലും വെസ്റ്റീജിയൽ എന്ന് പറയുന്ന സ്മോൾ എൽ എന്ന് പറയുന്ന ഈ രണ്ട് അല്ലീൽസും അല്ലെങ്കിൽ ആ രണ്ട് ജീൻസും പാരന്റിൽ ലിങ്ക് ചെയ്തിരുന്നു. അത് അതുപോലെ ലിങ്ക് ചെയ്ത് F1 ജനറേഷനിലെത്തി. F2 ജനറേഷനിൽ അത് അതുപോലെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഒരു റീകോമ്പിനന്റ് എന്ന് പറയുന്ന ഒരു ഫിനോടൈപ്പ് നമുക്ക് F2 കിട്ടുന്നില്ല. പാരന്റൽ ഫിനോടൈപ്പ് മാത്രമേ നമുക്ക് F2 ജനറേഷനിൽ കിട്ടുന്നുള്ളൂ.